ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم ما ضل عن سبيله وهو أعلم بالمهتدين. ഇതിൽ ആദ്യമായിട്ട് പറയേണ്ടത് എന്താണ് ഇപ്പോൾ ഈ വിമർശനം പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിലെ അടിമ സിസ്റ്റം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. യുദ്ധങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും യുദ്ധങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രവാചകനും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മക്കയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, മക്കയിൽ പ്രവാചകൻ ഉണ്ടായിരുന്നപ്പോൾ, മുസ്ലിം ഉണ്ടായിരുന്നപ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് അവിടെ കറക്റ്റായിട്ട് അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് ഇല്ലായിരുന്നു. അത് കറക്റ്റാണ്. ഒരു ഗവൺമെൻറ് ഇല്ലായിരുന്നു. പീഡിപ്പിക്കപ്പെട്ടാൽ ആ പീഡനം സഹിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും പറയത്തില്ല. പീഡനത്തിനെതിരെ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. അതാണ് മാനവികത. അല്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അമർച്ച ചെയ്യപ്പെടുമ്പോൾ, അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ, അവർ കൊല്ലപ്പെടുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാനവികമല്ല. അതിനെ എതിർത്ത് ചോദ്യം ചോദിക്കുക, അതിനെ എതിർത്ത് പോരാടുക, നമ്മുടെ ജീവൻ കളഞ്ഞും ആ പീഡിപ്പിക്കപ്പെടുന്ന ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് മാനവികത. അല്ലാതെ യൂട്യൂബിൽ ബാക്കിയിരുന്ന് ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതൊന്നും സംസാരിക്കാതെ ലിയാഖത്ത് അലി ഇപ്പോഴും ആ 6-ാം നൂറ്റാണ്ടിൽ അടിമയെടുത്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നതിൽ നിന്നും ആ ഒരു കൺസേൺ അല്ല ജനങ്ങളോടുള്ള, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗങ്ങളോട് ഒരു കൺസേൺ ഇല്ല എന്നും കപടമായ ഒരു മുതലക്കണ്ണീരാണ് ലിയാഖത്ത് അലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വിമർശനത്തിനകത്ത് അടിമകളെല്ലാം അവരെല്ലാം ഇതിനകത്ത് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് കൊണ്ടുവരാനാണ് ഞാൻ ഈ യൂട്യൂബ് നടത്തുന്നത്, വിമർശനം നടത്തുന്നത് പറയുന്നതെല്ലാം ചുമ്മാതാണ്, പച്ച കള്ളങ്ങളാണ്. ലോകത്ത് ഇന്ന് എന്തെല്ലാം നടക്കുന്ന പ്രശ്നങ്ങൾ, അതിലൊന്നും ഒരു വാക്ക് പറയാനില്ല. എത്ര കുട്ടികൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു, എത്ര ആളുകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, എന്തെല്ലാം കഷ്ടപ്പെടുന്നു, അതിനെല്ലാം ഒരു വാക്കും പറയാതെ തൻ്റെ യൂട്യൂബ് ചാനലിൽ നടത്തിക്കൊണ്ട് പോകാനും തൻ്റെ അണികളെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ഈ അടിമ പറഞ്ഞാലേ നിൽക്കൂ. ഒന്ന് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ യുദ്ധത്തിനെക്കുറിച്ചോ, മുസ്ലിങ്ങൾ അവിടെ പാലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുന്നതല്ല, ആയിരക്കണക്കിന് 50,000-ത്തിനടുത്ത് ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഒരു വാക്ക് കമാന്ന് അക്ഷരപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? എവിടെ പോയി നിങ്ങൾ ജനീവ കൺവെൻഷൻ? ജനീവ കൺവെൻഷൻ എന്നാണ് മാനവികത എന്ന് പറഞ്ഞത്. ഒരു കുപ്പത്തൊട്ടിയിലെടുത്ത് കളയേണ്ട കേസാണ് ജനീവ കൺവെൻഷൻ. ഒരു പ്രയോജനമില്ല. ഈ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്തോ നടക്കുന്നുള്ളത്. ഒരു ജനീവയും ഒന്നുമില്ല, ഒരു കൺവെൻഷനും ഒന്നുമില്ല, ഒരു രാഷ്ട്രവും തുറക്കുന്നില്ല. മുതലക്കണ്ണീർ വടിക്കുന്ന ലിയാഖത്ത് അലിയും ഒന്നും മിണ്ടുന്നില്ല അതിനെക്കുറിച്ച്. ജനീവ കൺവെൻഷൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അത് മാനവികതയാണ്, ആധുനിക ബോധവൽക്കരണമാണ്, ആൾക്കാരുടെ ഇവോൾവ് ചെയ്ത് വന്ന മാനവികത അനുസരിച്ചാണ് ജനീവ കൺവെൻഷൻ എഴുതിയിട്ട് എന്തായത്? ഇപ്പം നടക്കുന്ന പോലെ, എവിടെ പാലസ്തീനിൽ നടക്കുന്ന പോലെ ഉള്ള കാര്യങ്ങൾ പ്രവാചന കാലത്ത് നടന്നോ? പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങൾ അത് നടന്നോ? അത് മാത്രം കമ്പയർ ചെയ്താൽ മതി. ആ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങൾ എത്രത്തോളം മാനവികമായിരുന്നെന്നും ഇപ്പം നിങ്ങൾ ജനീവ കൺവെൻഷന് ശേഷം 49-ന് ശേഷം വർഷം എത്രയായി, എന്നിട്ട് പോലും ഇവിടെ നടക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രാകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിലിയൻസിനെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, ബിൽഡിങ്ങുകൾ ഇടിക്കുന്നു, ഹോസ്പിറ്റൽ ബോംബിട്ട് നശിപ്പിക്കുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല ലിയാഖത്ത്. 6-ാം നൂറ്റാണ്ടിലെ ഇതൊന്നും ഇല്ലാതിരുന്ന യുദ്ധങ്ങൾ, കളത്തിൽ നിൽക്കുന്നവരെ മാത്രം യുദ്ധം, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്നുള്ള യുദ്ധം പ്രവാചകൻ പഠിപ്പിച്ച് ചെയ്ത് കാണിച്ചു. ജനീവ കൺവെൻഷൻ പേപ്പറിൽ മാത്രമേ ഉള്ളൂ, ചെയ്ത് കാണിച്ചിട്ടേ ഇല്ല. എവിടെ നടന്നിട്ടില്ല. ഇപ്പോഴും ബന്ദികളെ ക്രൂരമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ മാനവിക മൂല്യങ്ങളും ഇല്ല. കയറി മേയുവാണ്. ഒരു ഇതും ഇല്ലാതെ എല്ലാ ആർട്ടിക്കിൾസും, ജനീവ കൺവെൻഷൻ എല്ലാ ആർട്ടിക്കിൾസും കടത്തി വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അത് പാലിക്കാതെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന്, ഒരു മനുഷ്യകുരുതിയെ, ഒരു ജനോസൈഡിന് ബനു ഖുറൈദ പറയുന്ന ലിയാഖത്തിലേക്ക് ഇപ്പം നാവ് പൊങ്ങാത്തെന്ത്? അത് ജനോസൈഡാന്ന് നാഴിക 40 വട്ടം പറയുന്ന ലിയാഖത്ത് അലി ഇതെന്തുകൊണ്ട് പറയുന്നില്ല? പറഞ്ഞാൽ ആ വൃന്ദം ഉണ്ടല്ലോ, അവർ പിൻപറ്റുന്ന ഫോളോയിങ് അവർ പോവും. അങ്ങനെ ലൈക്ക് കുറയും, ഫോളോവേഴ്സ് കുറയും, സബ്സ്ക്രിപ്ഷൻ കുറയും. അപ്പം ഇത് വെറും പൈസയ്ക്ക് വേണ്ടിയാണ്, യൂട്യൂബ് ചാനൽ നടത്താൻ വേണ്ടി മാത്രമാണ് ലിയാഖത്ത് അലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകൂടെ വലിയ തെളിവാണ്. ഇപ്പോൾ ജനീവ കൺവെൻഷൻ കൊണ്ടുവന്നുകൊണ്ടാണ്. അത് അവസാനം നമ്മളത് കമ്പയർ ചെയ്ത് പറയും. ജനീവ കൺവെൻഷൻ എങ്ങനെയായിരുന്നു, പ്രവാചകൻ്റെ സിസ്റ്റം എങ്ങനെയായിരുന്നു, എന്ത് നേടി ജനീവ കൺവെൻഷൻ കൊണ്ട് ഈ രാജ്യം അല്ലെങ്കിൽ ലോകം എന്ത് നേടി, പ്രവാചകൻ്റെ സിസ്റ്റം എന്തായിരുന്നു, അവിടെ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തെന്നുള്ളത് അവസാനം നമ്മൾ കമ്പയർ ചെയ്ത് പറയും. ഇതൊരു ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് വെറുതെയാണ്. ഇപ്പോഴും അടിമത്തം കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാം വിട്ടു വന്നത്, അത് മനുഷ്യനെ ഒരുപാട് ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പക്ക ഫ്രോഡ് തരമാണ്. നേരെ കൺമുമ്പിൽ നടക്കുന്നതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാതെ, അതിനെക്കുറിച്ച് പറയാതെ, ജനീവ കൺവെൻഷൻ ഉണ്ട് അത് മാനവികമാണെന്ന് പറയുന്നെങ്കിൽ, അപ്പോൾ ജനീവ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത് ചുമ്മാ കണ്ണി പൊടിയിടാൻ പറയുന്നതാണ്. കൺമുമ്പിൽ അത് നടക്കുന്നില്ല, പാലിക്കപ്പെടുന്നില്ല, വളരെ ക്രൂരമായ ലംഘനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നെയും പറഞ്ഞിരിക്കുന്നത് ജനീവ കൺവെൻഷൻ മാനവികമാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. അടുത്തത് ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, എങ്ങനെയാണ് ഇതിനെ കണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ. അപ്പം യുദ്ധം എല്ലാ കാലങ്ങളിലും നടന്നിട്ടുണ്ട്.
പ്രവാചകൻ്റെ കാലത്തും യുദ്ധമുണ്ടായിരുന്നു. മക്കയിൽ വെച്ചിട്ട് അവർക്ക് എതിരെ പീഡനങ്ങളുണ്ടായപ്പോൾ, ഒരു വിഭാഗം ജനങ്ങൾ മർദ്ദിതരായപ്പോൾ അവർക്ക് ഇത് എതിർക്കാനുള്ള ഒരു ഗവൺമെൻറ് ഇല്ലായിരുന്നു. ഇസ്ലാമിൽ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സായുധ സമരം ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. സെപ്പറേറ്റ് ആളുകൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സിന് പോയിട്ട് ആയുധമെടുത്ത് പോരാടാനുള്ള അനുമതി ഇസ്ലാമിലില്ല.